നന്നായിട്ട് ഒഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ദൃഷ്ടി, ബൈക്കിൽ കറങ്ങിട്ട് വന്ന ദൃഷ്ടി, ഇതിന് മാത്രം ദൃഷ്ടി ഇവൻ എന്തോന്നാ? മിണ്ടാതിരി. അവള് കേട്ട കുമ്പളങ്ങ നിന്റെ തൊലയിലായിരിക്കും എറിയുന്നത്. അവനെ പെറ്റത് അവന്റെ അമ്മയാണെങ്കിലും അവനെ വളർത്തിയത് ഇവരറിയുവോ? അവനോടുള്ള സ്നേഹം കൊണ്ടാ അവര് പിള്ളേര് പോലും വേണ്ടെന്ന് വെച്ചത്. അയ്യോ അച്ഛൻ, നിന്നോടാ പറയുന്നത്. കേസ് ഏറ്റെടുത്ത് കോടതിയിൽ പോയി വാദിക്കുന്നതാണ് വക്കീലിന്റെ പണി. അതിനു പകരം നീ കേസ് ഏറ്റെടുത്തിട്ട് അത് കോടതിയിൽ പോകേണ്ട കാര്യമേ ഇല്ലെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് തല്ലുണ്ടാക്കും. അതൊക്കെ വെറുതെ പറയുന്നത് ഏട്ടാ. ഏതോ കോൺട്രാക്ടർ തല്ലിയതോ? അതൊക്കെ വെറുതെ പറയുന്നതാ. ഏതോ ഫയൽ വന തല്ലിയതോ? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു ചിറ്റപ്പനും മോന് നടക്കുന്നു. അവന് സീറ്റ്സ് കൊടുക്കാതെ ഫാറ്റ് ആവും. അത് നിങ്ങൾക്ക്, ഇവന് കുഴപ്പമൊന്നുമില്ല. ക്ഷീണമൊക്കെ മാറട്ടെ കണ്ണാ, കുടിച്ചോ. ക്ഷീണം മാറട്ടെ. ക്ഷീണം മാറ്റുന്നു. എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? സിവിൽസ് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയില്ല. CA ചെയ്യാൻ പറഞ്ഞു. ആരുടെയും കണക്ക് കൂട്ടുന്നതിന് താല്പര്യമേ ഇല്ലെന്ന്. അറ്റ്ലീസ്റ്റ് ലോ ചെയ്യാൻ പറഞ്ഞു. അതും വേണ്ട, ഇതും വേണ്ട. ഞാൻ എടുത്തില്ല. എന്തിന് ഷോ കാണിക്കണം? മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നു, മെഡൽസ് ഒക്കെ കിട്ടുന്നു. വലിയ പൊസിഷനിലെത്തേണ്ട സമയത്ത് ഒറ്റച്ചാട്ടം. അവിടെ നമ്മുടെ മിലിറ്ററി ഒക്കെ സ്ട്രോങ് തന്നെയാണ് അച്ഛാ. ഇവിടുത്തെ സിസ്റ്റമാണ് റോങ് ആയിട്ടുള്ളത്. ഞാൻ അവിടെയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താവും? അതുകൊണ്ടാ പോന്നത്. സെൽവി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാവേ. എടാ കൊരങ്ങ, ബിസിനസിനാണെന്നും പറഞ്ഞ് ചെന്നൈ പോയി പ്രേമിച്ച് കല്യാണം കഴിച്ചു. നല്ല ഒരുത്തിയെ കൊണ്ടുവരാന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ പെടലേക്ക് കൊണ്ടുവന്ന് വെച്ചത്. നിങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞില്ല എന്നെ പെടലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ. പിന്നെ ആര് വന്നേനെ? ചെങ്കൽപ്പെട്ട് മുരുകേശൻ എന്നൊരാള് വന്ന് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാ. പക്ഷെ ആരും അറിയാതെ എന്റെ അമ്മ അയാളുടെ കൂടെ ഇറങ്ങിപ്പൊക്കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പോയനെ. അമ്മേ സർവേശ്വരി, കേട്ടില്ലേടോ? എന്താ കണ്ണൂരിലൊരു ജയപ്രകാശങ്ങളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? IAS വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്ത അവനൊരു മോളുണ്ട്. നീ ചിറ്റപ്പനുമായിട്ട് പോയി അവളെ ഒന്ന് കണ്ടിട്ട് വാ. അതെന്തിനാച്ചാ ഞാൻ അവിടെ പോയി അവളെ കാണുന്നത്? അവിടേക്ക് പോകുന്നത് അവളെ നിനക്ക് കാണാൻ വേണ്ടിയല്ല, അവൾക്ക് നിന്നെ കാണാൻ വേണ്ടിയാ. നാണക്കേട്. ടെൻഷൻ ആവുന്ന എന്തിനാന്നേ? അമ്മാവൻ പറയുന്ന കാര്യം അത്രയ്ക്ക് ബെസ്റ്റ് ആയിരിക്കത്തില്ലേ? എന്ത് ബെസ്റ്റ്? അതെ അമ്മേ, നമ്മുടെ കണ്ണനെ അത്രയ്ക്ക് തരികടല്ലേ. അവന് വേണ്ടി ആവുമ്പോ അത് മോശമായിരിക്കത്തില്ല. എന്താ ചിറ്റപ്പൻ ആലോചിക്കുന്നത്? അവളെന്താ അപ്സരസോ? നിനക്കെന്താ കുറവ്? കണ്ണു വളരെ ചെറുതാണെന്ന്. കണ്ണിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നേ? അവളുടെ കണ്ണുകൾ വൈരം കൊണ്ടുള്ളതല്ലേ? സൽമാൻ ഖാനെ നോക്കാത്ത എന്താ? ചോദിച്ചില്ലേ? എന്താടാ? അപ്പനാ? നല്ല പെണ്ണ്. കണ്ണ, അവളൊരു സൂപ്പറാടാ. സൂപ്പർ ഫിഗർ അല്ലേ? നോക്കണ്ടടാ, മുനിസിപ്പാലിറ്റിയാ. എന്നാലും പേഴ്സണാലിറ്റി അടിപൊളി. ഈ കാര്യം വീട്ടിലറിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താ? ചിറ്റപ്പ, ഇവളാള് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. എന്താടാ ആ മാല നോക്കി. അത് റോൾഡ് ഗോൾഡ് ആയിരിക്കും. എവിടെ കണ്ണാ? കണ്ണാ, പക്ഷെ അവള് നല്ല പ്യുവർ ഗോൾഡ് ആണെന്നേ. അവള് റോയൽ ഫാമിലി ആണോടാ? മനുഷ്യജാതിയാ. അതാ എന്റെ മനസ്സിലേക്ക് ചാടി കയറിയത്. ഞാൻ അവളുടെ സ്റ്റൈലിലും ആ സ്വീപ്പിലൊക്കെ ആകെ പെട്ടുപോയി. കണ്ണാ, അത് കോർട്ട് പേപ്പറാ. പ്രശ്നം എന്താ? പ്രശ്നമൊന്നുമില്ല. ഐ ലവ് യു. ഞാൻ ആരാണെന്നറിയോ? മാഡം എന്തിനാ ഈ റോഡ് തൂക്കുന്നത്? ഇവരെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതൊന്നും ആലോചിക്കാതെയാണ് ആളുകൾ പെരുമാറുന്നത്. ഈ വിഷയം ഏതൊക്കെ രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഡയറക്റ്റായി വരേണ്ടി വന്നതും. ഇതൊരു പൊതു പ്രശ്നമാണ്. ഈ മാറ്റർ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം പ്ലീസ്. ഈ നല്ല മനസ്സിന് എന്നും ദൈവഭാഗത്ത് നിന്നും അനുഗ്രഹം ഉണ്ടാവും മോളെ.
ഇപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ഈ മണ്ഡലത്തിലെ MLA ആണ്. അത് വലിയ കാര്യമൊന്നുമല്ല. എന്താ ഞങ്ങൾ വോട്ട് കിട്ടില്ല ഞങ്ങൾ MLA ആവുന്നത്. കുറച്ച് ഓവർ സ്മാർട്ട് ആണല്ലേ താൻ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ കൺട്രോളിൽ 14 കളരി സംഘങ്ങളുണ്ട്. എപ്പോഴും 500 പേരെങ്കിലും എന്റെ ചുറ്റിനും ഉണ്ടാവും. ഫാന്റാസ്റ്റിക്. അത്രയെങ്കിലും വെയിറ്റ് എനിക്ക് വേണം. എന്ത്? അല്ല, എന്നെ പ്രേമിക്കുന്ന ആൾ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയാം. ഔ, ഇനിയാണ് എപ്പോഴെപ്പോഴും കാണണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, എപ്പോഴെപ്പോഴും സംസാരിക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയുമെന്നുള്ള ടെൻഷൻ ഉണ്ടാകുന്നത്. അതറിയുമ്പോൾ നിന്റെ ആൾക്കാർ എന്റെ ഫോൺ ട്രേസ് ചെയ്ത് എന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആ ചേസിലും ആ ഫൈറ്റിനിടയിൽ എനിക്ക് ചെറിയ ചെറിയ പരിക്ക് പറ്റുമ്പോൾ നീ ഓടി വന്ന് എല്ലാവരും തള്ളി മാറ്റി എന്നെ കയറി കെട്ടിപ്പിടിച്ചോണ്ട് ചേട്ടാ ഐ എം സോറി, എനിക്ക് ചേട്ടൻ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. നീ ഒരുപാട് അങ്ങ് ചിന്തിച്ചു കൂട്ടണ്ട, കൊന്നുകളെ നിന്നെ ഞാൻ. കൊല്ലാൻ വേണ്ടി നീ നോക്കിക്കോ, ഞാൻ ലൈൻ അടിക്കാൻ വേണ്ടി നോക്കട്ടെ. Shut up. സ്വീറ്റി, താങ്ക് യു. പോയിട്ട് ആ സ്ഥലം എങ്ങനെയുണ്ട്? ഉഗ്രൻ അച്ഛ, അടിപൊളിയാ. അവരുടെ വെൽക്കം അതാണ് അടിപൊളി.